ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 2025 ലഭിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച അവസരമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ട് പോലും പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മികച്ച വേക്കൻസി വരും വർഷങ്ങളിൽ വരാനിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാംസ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൽ ഇനി എത്ര ദിവസങ്ങളാണ് നമുക്ക് മുന്നിൽ ബാക്കിയുള്ളതെന്ന് നോക്കുന്ന സമയത്ത് ഈ എക്സാമിൻ്റെ കലണ്ടർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ മെയ് ജൂൺ ജൂലൈ എന്ന് പറയുന്ന 3 മാസങ്ങളും ഈ ഒരു ഏപ്രിലിൻ്റെ ലാസ്റ്റ് ഡേറ്റ്സുകളും കൂട്ടുക എന്നുണ്ടെങ്കിൽ നിയർലി 100 ഡേയ്സ് ആണ് നമുക്ക് ഈ എക്സാമിന് വരിക. ഒരു പക്ഷേ ഓഗസ്റ്റ് എന്നുള്ളത് സെപ്റ്റംബർ ഒക്ടോബറിലേക്കൊക്കെ മാറുക ഡെഫിനറ്റ്ലി കൂടുതൽ ദിവസം നിങ്ങൾക്ക് ലഭിക്കും. എന്നിരുന്നാലും ഒരു 100 ഡേ പ്ലാൻ എന്ന് പറയുന്നത് എക്സാമിൽ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ ഒരു ഡ്രീം ജോബ് തന്നെയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ജോബ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ സാലറി നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ ഒരു വർക്ക് കൺവീനിയൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു മികച്ച പോസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ലാസ്റ്റ് 100 ഡേയ്സിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന ടൈം എന്ന് പറയുന്നത് 75 മിനിറ്റ്സ് 90 മിനിറ്റ്സ് ആണ്. അപ്പോൾ 90 മിനിറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. സോ ഇതൊരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല. 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിമാണ് ഈ എക്സാമിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. കാരണം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എത്ര പഠിച്ചു, എത്ര റിവൈസ് ചെയ്തു എന്നുള്ളത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് എൻഷുർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോക്ക് ടെസ്റ്റുകളിലൂടെയാണ്. ഇനി പല ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സാമിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ എക്സാമിനോട് അടുപ്പിച്ച് ലാസ്റ്റത്തെ ഒരു 1 മന്ത് ഒക്കെ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് മണ്ടത്തരമാണ്. അതായത് എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേയ്സുകളിലല്ല നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യേണ്ടത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് 2-3 മന്ത്സിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഡേ എന്ത് ചെയ്യാം? ഒരു ഡേയിൽ ഒരു ടൈം ഫിക്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സൺഡേ 7:30 to 9 എന്ന് പറയുന്ന ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിൽ എന്ത് ചെയ്യുക? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ സംശയം ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം. അങ്ങനെയാണെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് എന്നതിൽ അർത്ഥം ഉണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം പഠിച്ചിട്ടായിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ എക്സാം ഹാളിൽ പോകുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതണം. സോ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾ നോളജ് ഗ്യാദർ ചെയ്യുന്നുണ്ടോ, ഗെയിൻ ചെയ്യുന്നുണ്ടോ, പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ എക്സാംസിൽ റിഫ്ലക്റ്റ് ആയിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. സോ അത് പ്രോപ്പർലി നിങ്ങളിലേക്ക് എന്താ പറയുക അനലൈസ് ചെയ്യാൻ നിങ്ങൾക്കൊരു പേഴ്സണൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഈ മോക്ക് ടെസ്റ്റുകൾ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ സൺഡേയും ഒരു 7:30 നിങ്ങൾ എഴുതുക. സോ അത് എഴുതിയതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക? ആ എക്സാമിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളം ഈ എക്സാംസിൽ നിങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കഴിഞ്ഞ തവണത്തെ എക്സാംസിൻ്റെ വന്നിരിക്കുന്ന കട്ട് ഓഫിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതായത് നമ്മുടെ ഈ ഒരു ജേണി, അതായത് ഈ എക്സാം PSC ജേണിയിൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇനി നമ്മൾ അടുത്തൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ റിവിഷനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മാസത്തിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് നമ്മൾ ആ പഠിച്ചു എന്നുള്ളതല്ലാതെ അത് എക്സാംസിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോകും. കാരണം ഒരുപാട് പുതിയ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ പഠിച്ച ടോപ്പിക്കുകൾ മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. സോ മോക്ക് ടെസ്റ്റും റിവിഷൻ എന്ന് പറയുന്നത് അക്കാഡമിക് പ്രിപ്പറേഷനിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനും ഏറ്റവും കീ ആയിട്ടുള്ള ഫാക്ടേഴ്സുകളിൽ ഒന്നാണ്. ഇനി പ്രാക്ടീസ് മോർ എന്നുള്ളത്, അതായത് നമ്മളൊരു തിയറി പോർഷൻസുകൾ വീണ്ടും വീണ്ടും പഠിക്കും പോലെ തന്നെ
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഒരു പക്ഷേ നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ നമ്മൾ അതേപോലെ തന്നെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരിക. ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു, എന്നാൽ ആ ടോപ്പിക്കിൽ നിന്ന് ഏതെല്ലാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരും എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾ മോക്ക് ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യരുത്. അവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ നിന്നുള്ള ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതും ആ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ എക്സാംസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ പഠിച്ച നോളജ് ആ രീതിയിലാണോ ചെയ്തിട്ടുള്ളത്, അതായത് ഏറ്റവും മികച്ച രീതിയിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. നമ്മൾ തിയറി കുറേ പഠിച്ചു, നമുക്ക് കൺസെപ്റ്റ് ഉണ്ട് എന്നൊക്കെ ഓക്കെ, എന്നിരുന്നാലും ഈ എക്സാംസിൽ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ്, അത് മാത്രമല്ല ഞാൻ പറയുന്നത് പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് മാത്രമല്ല നിങ്ങൾ നോക്കേണ്ടത്, ഇതിന് മുമ്പ് നടന്നിട്ടുള്ള എക്സാംസുകൾ മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ഗേറ്റ് എക്സാംസിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, IAS എക്സാംസിലുള്ള ക്വസ്റ്റ്യൻസുകൾ യൂസ് ചെയ്യാം. എന്ന് വെച്ച് അതേ ലെവലിലുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യണമെന്നല്ല, നമുക്ക് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള അടുത്തൊരു ടിപ്പിനെ കുറിച്ചാണ്. ബി കോൺഫിഡൻറ്റ് എന്നുള്ളതാണ്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കോൺഫിഡൻസ് ആണ്, ആ ഒരു ആത്മവിശ്വാസം. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തന്നെ വേണം. കാരണം നിങ്ങളുടെ ഒരു ഡ്രീം ജോബാണെന്നുള്ള ആ ഒരു തിങ്ക് നിങ്ങളുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിച്ചു തുടങ്ങിയ ആളുകളാണല്ലേ. അപ്പോൾ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനിയൊരു ഫൈനൽ ടച്ചപ്പ് കൂടി വേണം എന്നുള്ള ആളുകൾക്കെല്ലാം നമുക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മളൊരു പുതിയ ലെക്ചർ ഇൻ പോളിടെക്നിക് ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു അൾട്ടിമേറ്റ് ബാച്ച് തന്നെയാണ്. കാരണം ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് മുന്നിൽ ഒരുപാട് സമയമൊന്നുമില്ല. എന്നാൽ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്തുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ട് റിവിഷൻ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ശനി ഞായർ ലീവ് കിട്ടുന്ന, വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ കിട്ടുന്ന അങ്ങനെ ഒരു ജോബ് എന്ന് പറയുന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാം. നിങ്ങളുടെ ഡ്രീം ജോബായിട്ടുള്ള ലെക്ചർ ഇൻ പോളിടെക്നിക് ഒരുപക്ഷെ 2026 കേരളത്തിലെ ഏതെങ്കിലും ഒരു മികച്ച പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ആവാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇനിയുള്ള ദിവസങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. അത് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, മോക്ക് ടെസ്റ്റും റിവിഷനും. ഇത് രണ്ടും പ്രോപ്പർലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വലിയ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് എടുക്കണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്യുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.